നമസ്കാരം. ഓണാട്ടുകര മീഡിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഓച്ചിറ പടനിലത്തെ നവീകരിച്ച നക്ഷത്രവനത്തെ പറ്റിയുള്ള കാഴ്ചകളാണ്. ആദ്യമായി ഇതിൽ കാണിക്കുന്നത് നമ്മൾ അത്തിയാണ്. കാർത്തിക നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അത്തിയാണ്. അത്തിയുടെ ഒരു ചെറിയ തൈയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതിന് ചുറ്റും നല്ല മതിലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. അത്തി അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തിയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന മറ്റൊരു മരം കരിമരമാണ്. കരിമരം തിരുവാതിര ജന്മനക്ഷത്രമായിട്ടുള്ള ആളുകൾക്ക് ഈ കരിമരത്തെയാണ് അവരുടെ ജന്മനക്ഷത്ര വൃക്ഷമായിട്ട് കരുതിപ്പോരുന്നത്, ആരാധിക്കുന്നത്. അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു വലിയ മുളംകൂട്ടം നിൽപ്പുണ്ട്. ആ മുളയെ ആരാധിക്കേണ്ടത് പുണർദം ജന്മനക്ഷത്രമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ നക്ഷത്ര വൃക്ഷമായിട്ട് മുളയാണ് ഉള്ളത്. പഴയ ഭരണസമിതിയാണ് ഇവിടെ ഈ നക്ഷത്ര വനം സംവിധാനം ആരംഭിച്ചത്. എങ്കിലും പുതിയതായിട്ടുള്ള ഇപ്പം നിലവിലുള്ള ഒരു ഭരണസമിതിയാണ് ഇത് നവീകരിച്ച് ഇത്ര മനോഹരമാക്കി തീർത്തിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ ആ മുളയൊക്കെ പിന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു വൃക്ഷമാണ്. നല്ല ഒരു പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമാണ്. അതിന് എല്ലാ വൃക്ഷങ്ങളിലും നാളും അതിൻ്റെ പേരുകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കടമ്പ് വൃക്ഷമാണ് കണ്ടത്. കടമ്പ് വൃക്ഷം ചതയം നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടുള്ള ആളുകൾക്കത് അവരുടെ ജന്മനക്ഷത്ര വൃക്ഷമായിട്ട് ആരാധിക്കാൻ കഴിയുന്ന ഒരു വൃക്ഷമാണ് കടമ്പ് പിന്നിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൈൻ മരമാണ്. പൈൻ അത് മൂലം ജന്മനക്ഷത്രമായിട്ടുള്ളവരുടെ വൃക്ഷമാണ് പൈൻ മരം. അതിനും അത്യാവശ്യം നല്ല ഒരു പ്രായമൊക്കെ ഉണ്ട്. അത് പിന്നിട്ടിട്ട് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് അടുത്ത് കാണാൻ കഴിയുന്നത് പൂരാട നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടുള്ളവർക്കുള്ള വഞ്ചിമരമാണ്. ആ വഞ്ചിമരവും നല്ല രീതിയിൽ വളർന്ന് നിൽപ്പുണ്ട്. അവിടെയും പിന്നിട്ടിട്ട് നമുക്ക് അടുത്തോട്ട് ഇങ്ങോട്ട് വരാൻ കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ വയ്യം കഥ എന്ന് പറയുന്ന വിശാഖ ജന്മനക്ഷത്രമായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജന്മനക്ഷത്രമായിട്ട് ആരാധിക്കാൻ കഴിയുന്ന വൃക്ഷമുണ്ട്. പിന്നെ ചെറിയ സ്പേസിലൊക്കെ തന്നെ ഇടയിലെല്ലാം തന്നെ ഓരോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എരുക്കാണിത്. നമ്മുടെ എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു സാധാരണ ഒരു ചെടിയാണ് എരുക്ക്. അത് തിരുവോണ നക്ഷത്രമായിട്ടുള്ളവർക്ക്. അതുപോലെ ഗാർഡൻ ബെഞ്ചുകളൊക്കെ ആ ഗാർഡൻ ബെഞ്ചുകളൊക്കെ ശില കൊണ്ടുള്ളതാണ്, പാറകൾ കൊണ്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചുറ്റുകെട്ടി 4 വശവും ചുറ്റി കെട്ടിയിട്ടുള്ളതും നല്ല ഈ ക്ഷേത്രശിലകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ശിലകൾ ഉപയോഗിച്ചിട്ടുള്ള ചുറ്റുകളാണ് ഇതിനൊക്കെ കെട്ടിയിട്ടുള്ളത്. അതുപോലെ അമ്പഴം അത്തം നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടുള്ളവരുടെ വൃക്ഷമായിട്ട് അമ്പഴവും അവിടെ നമുക്ക് കാണാൻ കഴിയും. തൃക്കേട്ട നാളുകാർക്ക് അവരുടെ ജന്മനക്ഷത്ര വൃക്ഷമായിട്ട് വെട്ടിയാണ് ആരാധിക്കേണ്ടത്. അതുപോലെ കൂവളം ചിത്തിര നക്ഷത്രക്കാരുടെ ജന്മ വൃക്ഷമായ കൂവളമുണ്ട്. അതൊരു തൈ ആണ് അവിടെ നട്ടിട്ടുള്ളത്. ഇനി അത് വളർന്ന് വലിയൊരു വൃക്ഷമായി മാറണം. അതുപോലെ കാഞ്ഞിരം അശ്വതി നക്ഷത്രത്തിന് അവരുടെ നാളുകൾക്ക് അനുയോജ്യമായ ഒരു വൃക്ഷമാണ് കാഞ്ഞിരം. അതും അത്യാവശ്യം നല്ലൊരു മരമായിട്ടുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർലോക്കിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇത്തി മരമാണ് ഈ കാണുന്നത്. ഇത്തി ഉത്രം നക്ഷത്രക്കാരുടെ ജന്മവൃക്ഷമായിട്ട് ആരാധിക്കാൻ കഴിയുന്നതെന്നാണ്. 2 കമാനങ്ങളാണുള്ളത്, കിഴക്കും പടിഞ്ഞാറുള്ള. അതിലെ കിഴക്കത്തെ കമാനമാണ് ഈ കാണുന്നത്. 2 വശത്തു നിന്ന് ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അത് പിന്നിട്ടിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മിക്ക ക്ഷേത്രങ്ങളിലും പാലക്കാടും ഭാഗങ്ങളിലും ഒക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയുന്ന കരിമ്പനയാണ്. കരിമ്പന വൃക്ഷം ഉത്രട്ടാതി നാളുകാരുടെ ജന്മനക്ഷത്ര വൃക്ഷമായിട്ട് ആരാധിക്കാൻ കഴിയുന്ന ഒന്നാണ് കരിമ്പനയും നല്ല രീതിയിൽ തഴച്ച് വളർന്ന് നിൽപ്പുണ്ട്. അതിന് നല്ല പ്രായമുണ്ട്. കരിമ്പന പിന്നിട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കരിമ്പനയോട് ചേർന്ന് തന്നെ നിൽക്കുന്ന നല്ലൊരു വലിയ മാവാണ്. അതിന് നല്ല ശിഖരങ്ങളൊക്കെ ഉണ്ട്. ആ മാവിലും ഇതിനെപ്പറ്റിയുള്ള ബോർഡുകൾ എല്ലാ വൃക്ഷത്തിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തേന്മാവാണ്. പൂരുരുട്ടാതി നക്ഷത്രം ഉള്ള ആളുകൾക്ക് അവരുടെ ജന്മനക്ഷത്ര വൃക്ഷമായിട്ട് ആരാധിക്കാൻ കഴിയുന്ന ഒന്നാണ് തേന്മാവ്. അതും പിന്നിട്ട് വരുമ്പോൾ വലിയൊരു ഈ സൈഡിലൊക്കെ നിൽക്കുന്ന വൃക്ഷങ്ങൾക്കൊക്കെ നല്ല ശിഖരങ്ങളും നല്ല വലിപ്പവും ഒക്കെ ഉണ്ട്. ഇത് കരിങ്ങാലി മരമാണ്. കരിങ്ങാലി മരം മകയിരം നക്ഷത്രം ആ നാളുകാരുടെ വൃക്ഷമായിട്ട് ഈ കരിങ്ങാലി മരം നല്ല ഉള്ളത് കാരണം ഇതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ ഇടവിട്ട് ഗാർഡൻ ബെഞ്ചുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് കാരണം ഇരിക്കാനൊക്കെ നല്ല ഇതാണ്. ഞാവലാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ ജന്മനക്ഷത്ര വൃക്ഷമായ ഞാവലാണ്. നല്ല രീതിയിൽ ശിഖരങ്ങളൊക്കെയുള്ള നല്ല തണൽ ഒരുക്കി അവരിങ്ങനെ വിരാജിച്ച് നിൽക്കുകയാണ് ഞാവൽ വൃക്ഷം. 2 വശത്തൂടെയുള്ള ഗേറ്റുകളിൽ കൂടെ ധാരാളം പേര് ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏത് വശത്തൂടെ വേണമെങ്കിലും നമുക്ക് പ്രവേശിക്കാം. അതുപോലെ നല്ല ബഫല്ലോ ഗ്രാസുകളൊക്കെ വിരിച്ച് ഇടയ്ക്ക് നല്ല ഗാർഡനിലൊക്കെ കാണുന്ന തരത്തിലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാവാണ്. നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പ്ലാവാണ്. ഇത് ഉത്രാടം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള വൃക്ഷമാണ്. അവരുടെ നാളിന് അനുയോജ്യമായ വൃക്ഷമാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ കാണുന്ന സാധാരണ തരത്തിലുള്ളൊരു ചെടിയാണത്. അത് പിന്നിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നെല്ലിമരം. അതും അത്യാവശ്യം നല്ല പ്രായമൊക്കെ ആയി വരുന്നുണ്ട്. നല്ല തടിയൊക്കെ ആയിട്ടുള്ള ഒരു നെല്ലിമരമാണിത്.
ഭരണി നക്ഷത്രക്കാരുടെ വൃക്ഷമായിട്ട് അവർക്ക് ആരാധിക്കാൻ കഴിയുന്ന അവരുടെ നക്ഷത്ര വൃക്ഷമാണ്. ഇൻ്റർലോക്കിൻ്റെ പണിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇത് പൂർണ്ണമായിട്ടില്ല. ഇത് പ്ലാശ്, പൂരം നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടുള്ളവർക്ക് അവരുടെ വൃക്ഷമായിട്ട് ആരാധിക്കാൻ കഴിയുന്നതാണ് പ്ലാശ് മരം. ക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അതേ തരത്തിലുള്ള ശില ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ ചുറ്റും കെട്ടിയിരിക്കുന്നത്. ഇത് നീർമരുത് മരമാണ്. ചോതി നക്ഷത്രത്തിൻ്റെ ജന്മവൃക്ഷമാണ്. നല്ല ശിഖരങ്ങളും ശാഖകളും ഒക്കെ ഉള്ള ഈ നീർമരുത് നല്ല രീതിയിൽ പന്തലിച്ച് നിൽപ്പുണ്ട്. നല്ല തണലൊക്കെ ഒരുക്കി അവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഈ നക്ഷത്രവനത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇത് നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. രാത്രി കാലത്ത് വരുന്നവർക്ക് നല്ല രീതിയിൽ ആ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയും. അത് പിന്നിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരിപ്പമരമാണ്. അത് രേവതി നക്ഷത്രത്തിൻ്റെ ജന്മനക്ഷത്ര വൃക്ഷമാണ്. അതുപോലെ ഇതിനിടയ്ക്ക് ചെറിയ തൈകൾ നശിച്ചു പോയതിന് പകരം ഇത് നാഗമരം, ആയില്യം നക്ഷത്രവുമായി ബന്ധപ്പെട്ട് നശിച്ചു പോയ മരങ്ങൾക്ക് പകരം അവിടെ പുതിയ തൈ നട്ട് വളർത്തി തിട്ടകെട്ടി അതിനെ സംരക്ഷിച്ച് വളർത്തുന്നുണ്ട്. ഇത് വളർന്ന് വലിയ മരം ആകേണ്ടതാണ്. അത് പിന്നിട്ട് വരുമ്പോൾ നമുക്ക് ഇലഞ്ഞി മരം കാണാം. അനിഴ നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് ഇലഞ്ഞി. അതും അവിടെ അത്യാവശ്യം പ്രായമൊക്കെ ഉള്ളൊരു മരമാണ്. എല്ലാത്തിൻ്റെയും താഴ്വശത്തും മുകളിലും ഒക്കെ ആയിട്ട് ആ ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു പേരാലാണ്. അവിടെ നിൽക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു വൃക്ഷമാണ് പേരാൽ. മകം നക്ഷത്രത്തിൻ്റെ ജന്മനക്ഷത്ര വൃക്ഷമാണ്. നിൽക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു മരം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് ശിഖരങ്ങളൊക്കെ ആയി നല്ല രീതിയിൽ അത് വളർന്ന് പന്തലിച്ച് തണലൊക്കെ ഒരുക്കി ഇങ്ങനെ നിൽപ്പുണ്ട്. ആ നക്ഷത്ര വനത്തിലെ ഏറ്റവും വലിയ വൃക്ഷമെന്ന് നമുക്ക് തന്നെ പറയാം. അവിടുന്ന് നോക്കുമ്പോൾ നല്ലൊരു പാർക്കിൻ്റെ ഒരു പ്രതീതി എല്ലാവർക്കും അനുഭവപ്പെടാം. നമുക്കിവിടെ വന്നിരിക്കാം, ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് സന്ധ്യാസമയങ്ങളിൽ ഭഗവത് നാമമൊക്കെ ജപിച്ച് ഇരിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം കൂടിയാണ് ഓച്ചിറയിലെ ഈ നക്ഷത്രവനം ഒരുക്കിയതുകൊണ്ട് എല്ലാവർക്കും സംജാതമായിരിക്കുന്നത്. വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് വഗ്നിമരമാണ്. ഇത് അവിട്ട നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ്. ഇത് നമ്മുടെ പടിഞ്ഞാറേ ഗേറ്റിൻ്റെ എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ് ഈ മരം നിൽക്കുന്നത്. ഇതിനും നല്ല പ്രായമൊക്കെ ഉണ്ട്. നല്ല തടിയൊക്കെ നല്ലതായി കനത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും നടുവിലായിട്ട് ഒരു വൃക്ഷം കൂടെ നിൽപ്പുണ്ട്. മറ്റു വൃക്ഷങ്ങളെല്ലാം ഇതിൻ്റെ 4 വശങ്ങളിൽ 2 വശങ്ങളിലും ചുറ്റോട് ചുറ്റും 4 വശങ്ങളിലൊക്കെ ആയിട്ടാണ് അത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ നടപ്പാതയുടെ നടുവിലായിട്ടൊരു വൃക്ഷം നിൽപ്പുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് നടന്ന് എൻ്റെ ഏകദേശം നല്ല മധ്യഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ പാർക്കിൻ്റെ അല്ലെങ്കിൽ ഈ നക്ഷത്രവനത്തിൻ്റെ. അത് അരയാലാണ്. പൂയം നക്ഷത്രവുമായി ബന്ധപ്പെട്ട വൃക്ഷമാണ് അരയാൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ 27 നാളുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളെ നമ്മൾ കാണിച്ചു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.